മണികണ്ഠൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇതിനിടെ മഹാറാണിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. രാജരാജന് എന്ന കുഞ്ഞിനു പേരിട്ടു. മണികണ്ഠനും രാജരാജനും കൊട്ടാരത്തില് ഒരുപോലെ വളർന്നു. ഒരിക്കൽ രാജാവ് മണികണ്ഠനെ അരികില് വിളിച്ചു. മകനേ, ഈ രാജ്യം ഇനി നീയാണ് ഭരിക്കേണ്ടത് എന്നു പറഞ്ഞു. അതു വേണ്ടച്ച എന്നു മണികണ്ഠന് പറഞ്ഞു നോക്കിയെങ്കിലും രാജാവ് സമ്മതിച്ചില്ല. അദ്ദേഹം മന്ത്രിയെ വിളിച്ചു വരുത്തി പറഞ്ഞു. മണികണ്ഠന് 12 വയസ്സാകാറായി. എന്റെ മൂത്തമകന് എന്ന നിലയില് മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. അതിനുള്ള ഏർപ്പാടുകൾ തുടങ്ങിക്കോളൂ. രാജാവ് പറഞ്ഞു നിർത്തി. അതോടെ മന്ത്രിയുടെ മനസ്സില് പല ചിന്തകൾ ഉയർന്നു. മണികണ്ഠന് മിടുക്കനാണ്, തന്ത്രശാലിയും രാജാവിനേക്കാള് രാജ്യഭരണത്തില് ഇപ്പോഴേ ശ്രദ്ധാലുവുമാണ്. രാജരാജനാണെങ്കില് സ്വന്തം മകനാണ്. പക്ഷേ കഴിവില്ല. രാജരാജനെ യുവരാജാവാക്കിയാല് കാര്യങ്ങള് എല്ലാം തനിക്ക് നടത്താം. മണികണ്ഠന് ആയാല് അതു പറ്റില്ല. ഇല്ല, മണികണ്ഠനെ യുവരാജാവാക്കാന് സമ്മതിക്കില്ല. മന്ത്രി തീർച്ചപ്പെടുത്തി. എങ്ങനെയും അഭിഷേകം മുടക്കണം. അവന് ഗൂഢതന്ത്രങ്ങളും മെനഞ്ഞു. മണികണ്ഠനെ ഇല്ലായ്മ ചെയ്യാന് ഭക്ഷണത്തില് വിഷം ചേർത്തു നൽകി. ഫലിച്ചില്ല. പിന്നെ ദുഷ്കർമ്മങ്ങള് ചെയ്തു നോക്കി. വിദഗ്ധ ചികിത്സക്കു പോലും ഭേദമാക്കാന് കഴിയാതെ പോയ വ്രണങ്ങള് കൈലാസനാഥന് സന്യാസി വേഷത്തില് എത്തി ഭേദമാക്കി. അതും ഫലിക്കാതെ വന്നതോടെ മഹാറാണിയെ സമീപിച്ചു. റാണിയോട് പറഞ്ഞു. തമ്പുരാട്ടി, അടിയെന്നൊരു സംശയം. രാജരാജന് അല്ലേ യാർത്ത മകന്? സ്വന്തം മകനുള്ളപ്പോൾ കാട്ടില് കിടന്നു കിട്ടിയ കുഞ്ഞിനെ രാജാവാക്കുന്നത് ശരിയാണോ? മന്ത്രി ചോദിച്ചു. അപ്പോഴാണ് റാണിയും ചിന്തിക്കാന് തുടങ്ങിയത്. അങ്ങനെ ദുശ്ചിന്തകള് പറഞ്ഞുകൊടുത്ത് റാണിയെ വശത്താക്കി. സ്വന്തം മകനെ യുവരാജാവാക്കണമെന്നു റാണിയും തീരുമാനിച്ചു. മണികണ്ഠനെ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങള് പിന്നെ അവരെ കൂട്ടായി ചിന്തിച്ചു. അങ്ങനെ കാട്ടിലേക്ക് അയച്ച മൃഗങ്ങൾക്ക് ഭക്ഷണമാക്കി ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതിയിട്ടു. കൊട്ടാരം വൈദ്യന്മാരെ അവരെ പറഞ്ഞു പാട്ടിലാക്കി. മന്ത്രിയുടെ ഉപദേശപ്രകാരം റാണി രോഗം നടിച്ചു കിടന്നു. അവര് വേദനയില് പുളയുന്നതുപോലെ അഭിനയിച്ചു രാജാവ് ഓടിയെത്തി. ഇതു കണ്ട രാജാവിന് സഹിക്കാന് കഴിഞ്ഞില്ല. ഉടനെ തന്നെ കൊട്ടാരം വൈദ്യന്മാരെ വിളിച്ചുവരുത്തി. തമ്പുരാട്ടിയുടെ രോഗം മാറ്റാന് ഉടനെ ചികിത്സ തുടങ്ങാന് നിർദ്ദേശിച്ചു. വൈദ്യന്മാര് എത്തി. മന്ത്രിയോട് ചോദിച്ചു കാര്യങ്ങള് തിരക്കി. മരുന്നിനായി മണികണ്ഠനെ കാട്ടിലേക്ക് അയക്കാന് സഹായിച്ചാല് പൊൻപണം നൽകാമെന്ന് വൈദ്യന്മാർക്ക് വാഗ്ദാനം നൽകി. ഇതു കണ്ട് വൈദ്യന് തമ്പുരാന്റെ അടുക്കല് ഓടിയെത്തി. മഹാരാജന്, റാണിയുടെ രോഗം അതികഠിനമാണ്. ഇതിന് ഒരേ ഒരു മരുന്നേയുള്ളൂ. അതിനു പുലിപ്പാലില് വേണം. പുലിപ്പാലോ അതെങ്ങനെ കിട്ടും? രാജാവ് ആകെ വിഷമത്തിലായി. തുടരും.